പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമായ കാരുണ്യമായി നമ്മുടെ കൂടെ ആയിരിക്കുന്ന പരിശുദ്ധ പരമദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ 3 മണി സമയം കർത്താവിൻ്റെ കരുണയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഈശോയെ നിന്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നത് നമുക്ക് ഏറ്റുപറയാം. നമ്മളോടുള്ള അനന്തമായ സ്നേഹം, കാൽവരിയിൽ ബലിയായി തീർന്ന വലിയ സ്നേഹം, അവസാനത്തുള്ള രക്തം പോലും നമുക്ക് വേണ്ടി ചിന്തി അവിരിമാറിലെ സ്നേഹം മുഴുവൻ കുത്തിത്തുറക്കപ്പെട്ടപ്പോൾ അതിൽ നിന്നൊഴുകിയിറങ്ങിയ തിരുരക്തവും തിരുജലത്താലും നമ്മളെ ശുദ്ധീകരിച്ച് നമുക്ക് വേണ്ടി രക്ഷ നേടിത്തന്ന ദൈവമേ, ഈ നിമിഷം പൂർണ്ണ ഹൃദയത്തോടെ ഞങ്ങൾ തന്നെ ആരാധിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈശോയെ, ഇത്ര വലിയ സ്നേഹം ഞങ്ങളോട് കാണിക്കാൻ ഞങ്ങൾക്ക് യോഗ്യതയില്ലെങ്കിലും പാപികളായിരിക്കെ ഞങ്ങളെ ഓരോരുത്തരെയും നിന്റെ സ്നേഹത്തിൽ കാരുണ്യത്തിൽ ചേർത്ത് പിടിച്ച് നിന്റെ അനന്തമായ കരുണയെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഈശോയെ, ഈ മണിക്കൂറിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും യാചിച്ചുകൊണ്ട് ഒന്ന് ചേർന്ന് ഞങ്ങളങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ ഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഓരോ പാപിക്കും അവകാശപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പേരാണ് കരുണ, ദൈവകരുണ. മനുഷ്യവംശത്തിന് ഈ ഒരു വലിയ കരുണ ലഭ്യമായത് യേശുമിശിഹായിലൂടെയാണ്. പിതാവായ ദൈവത്തിൻ്റെ കരുണ ലോകത്തിലെ എല്ലാ മക്കൾക്കും ലഭ്യമായത് യേശുക്രിസ്തുവിലൂടെയാണ്. ഇന്ന് ഈ ഒരു കരുണയുടെ തിരുമണിക്കൂറിൽ, കൃപയുടെ സമയത്ത് നമ്മൾ ഒരുമിച്ച് കൂടി കർത്താവിൻ്റെ കരുണയെ ധ്യാനിക്കുന്ന സമയം കർത്താവിൻ്റെ കരുണ നമ്മുടെ ജീവിതങ്ങളിൽ ലഭ്യമാകുവാനും ആ കരുണയിൽ ആശ്രയം വയ്ക്കുവാനുമായിട്ടുള്ള വലിയ കൃപയ്ക്കും അഭിഷേകത്തിനും വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയുടെ പീഡാനുഭവവും കുരിശുമരണവും ഒക്കെ ധ്യാനിച്ചുകൊണ്ട് ഈ വിശുദ്ധ വാരത്തിലൂടെ കടന്നു പോവുകയാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാ വർഷവും ധ്യാനിക്കുന്ന ഒരു ധ്യാന വിഷയം മാത്രമല്ല, നമ്മുടെ ചങ്കിനകത്ത് കയറേണ്ടതായിട്ടുള്ള ഒരു ധ്യാന വിഷയമാണിത്. അത്രമാത്രം ഈശോ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത്, ഏതറ്റം വരെ നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളത്, ജീവൻ ബലി കൊടുത്തുകൊണ്ട് നമ്മളെ സ്നേഹിക്കുന്ന ദൈവം. വീണ്ടും നമ്മളിൽ ആരും നശിച്ചു പോകാതിരിക്കാൻ ദൈവത്തിൻ്റെ കരുണ നമ്മളിലേക്ക് എത്തിച്ച ആ ഒരു ഈശോയുടെ സ്നേഹം, അത് നമ്മൾ തിരിച്ചറിയുക. യെശയ്യാ പ്രവാചകൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈശോയുടെ ഈ ഒരു പീഡാസഹനത്തെ കുറിച്ച് പ്രവചിച്ചത് പ്രകാരമാണ്: അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു, അവൻ നിന്ദിക്കപ്പെട്ടു, അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. പ്രവാചകനിലൂടെ പറഞ്ഞ കാര്യം എന്താണ്? പണ്ട് കാലത്തുണ്ടായിരുന്ന അവരുടെ മനോഭാവം, അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും സഹനങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് ദൈവ കോപം മൂലമാണെന്നുള്ള തെറ്റിദ്ധാരണകളൊക്കെ അവരുണ്ട്. എല്ലാ സഹനങ്ങളും അപ്രകാരമുള്ളതല്ല എന്ന് ഈശോ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ഈശോയുടെ ഈ ഒരു പീഡാസഹന വേളയിൽ ഒത്തിരിയേറെ ആളുകൾ ദൈവ കോപമാണെന്നൊക്കെ വിചാരിച്ചു.
പ്രവാചകൻ പറയുന്ന കാര്യം, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. പ്രിയപ്പെട്ടവരെ, പീഡാസഹനത്തെയും മരണത്തെയും ഒക്കെ ധ്യാനിച്ചുകൊണ്ട് നമ്മൾ ഈ വിശുദ്ധ വാരത്തിൽ കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് കൊണ്ടുവരാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവൻ്റെ മേലുള്ള ശിക്ഷ നമ്മുടെ രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ഈശോ മിശിഹ കാൽവരിയിലെ ബലിയിൽ നമ്മളെ ഓരോരുത്തരെയും വീണ്ടെടുക്കുകയായിരുന്നു എന്നുള്ള വലിയ സത്യം തിരിച്ചറിയാം. പ്രിയപ്പെട്ടവരെ, പ്രകാരം ദൈവത്തിൻ്റെ കരുണ നമ്മളൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഇത്രമാത്രം സഹനങ്ങളുണ്ടായിരുന്നു, ഇത്രമാത്രം വേദനകളുണ്ടായിരുന്നു. യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്, പത്രോസ്ലിഹ ഈശോയുടെ കൂടെ നടന്നവനാണ്. തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ കൂടെ നടന്ന് ഗുരുവിൻ്റെ എല്ലാ ഹൃദയസ്പന്ദനങ്ങളും മനസ്സിലാക്കിയവൻ. പത്രോസ് പറയുന്ന കാര്യം, എന്തു വന്നാലും ഞാൻ നിന്നെ ഒരിക്കലും തള്ളി പറയത്തില്ല, നീ എങ്ങോട്ട് പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. അവിടുന്ന് വീണ്ടും പറഞ്ഞു, നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ ഞാൻ ത്യജിക്കും. വളരെ ശക്തമായിട്ട് പത്രോസ്ലിഹ പറഞ്ഞു വെക്കുന്ന കാര്യമാണ്. അപ്പോൾ പത്രോസ്ലിഹയെ നോക്കി ഈശോ പറയുകയാണ്, നീ എനിക്ക് വേണ്ടി ജീവൻ ത്യജിക്കുമെന്നോ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ 3 പ്രാവശ്യം തള്ളിപ്പറയുന്നത് വരെ കോഴി കൂവുകയില്ല. 3 പ്രാവശ്യം ഈശോയെ തള്ളിപ്പറയും. പത്രോസ്ലിഹായ്ക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. എടുത്തുചാട്ടക്കാരനാണെങ്കിലും ഈശോയുടെ കൂടെ നടന്നിട്ട് ഈശോ നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞവനാണ്. ഈശോയുടെ കൂടെ ജീവിക്കുവാനും മറ്റുള്ളവരെക്കാൾ കേമനാണെന്ന് കാണിക്കുവാനും ഒക്കെ ആയിട്ട് ഒത്തിരിയേറെ പരിശ്രമിച്ച വ്യക്തിയാണ് പത്രോസ്ലിഹ. ഈശോയെ തള്ളിപ്പറയുമെന്നുള്ള കാര്യം ഈശോ പരസ്യമായിട്ട് പറഞ്ഞപ്പോൾ പത്രോസ്ലിഹായ്ക്ക് അതൊരു അഭിമാന പ്രശ്നമാണ്. തള്ളിപ്പറയത്തില്ലെന്നൊക്കെ വിചാരിച്ചു. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു പരിചാരികയുടെ മുമ്പിൽ, വിലക്കാരിയുടെ മുമ്പിൽ പോലും തൻ്റെ ഗുരുവിനെ താൻ അറിയത്തുപോലുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിപ്പറയുന്ന പത്രോസ്ലിഹായെ കാണാൻ പറ്റും. എല്ലാവരും ഉപേക്ഷിച്ച് പോയപ്പോഴും ഈശോയുടെ പുറകെ, ഈശോയുടെ ഒരു കൈ അകലത്തിൽ എപ്പോഴും ഈശോയുടെ കൂടെ നടന്നവനാണ് പത്രോസ്ലിഹ. പക്ഷേ ജീവിതത്തിലെ കഠിനമായ ചില പരീക്ഷണങ്ങളുടെ നടുവിൽ തകർന്നു പോയവനാണ് പത്രോസ്ലിഹ. പത്രോസ്ലിഹ തൻ്റെ ഗുരുവിനെ അറിയത്തുപോലുമില്ല എന്നുള്ള കാര്യം കട്ടായം പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ഈശോയുടെ കൂടെ നടക്കുന്ന നമ്മുടെയൊക്കെ ജീവിതങ്ങളിലും പലപ്പോഴും ഇതുപോലെയുള്ള സംഭവങ്ങൾ ചിലപ്പോഴും ഉണ്ടാകാം. പലപ്പോഴും നമുക്ക് വേണ്ടി ഇത്രമാത്രം വേദനകൾ സഹിച്ച് നമ്മളോട് കരുണ കാണിച്ച് ദൈവത്തെ അറിയത്തു പോലുമില്ല, ആ ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നവരാണ്, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ്, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ് എന്ന് ഏറ്റുപറയാൻ പോലും നമ്മൾ ലജ്ജിക്കാറില്ല. അപ്രകാരമുള്ള ഒരു മനോഭാവത്തോടെ പത്രോസ്ലിഹ കടന്നു വന്നെങ്കിലും ഈശോയുടെ കരുണയുള്ള ഒരു നോട്ടം പത്രോസ്ലിഹയുടെ ജീവിതം മാറ്റുകയാണ്. പിന്നീട് വചനം പറയുന്നത്, അവൻ അനുതപിച്ച് അവൻ കണ്ണുനീർ വാർത്ത് കരഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട ഈശോയെ, എൻ്റെ ഗുരുവിനെ ഞാൻ ഇതുപോലെ മനസ്സിലാക്കാതെ ഞാൻ തള്ളിപ്പറഞ്ഞല്ലോ എന്നർത്ഥം. മനസ്സുരുകി അനുതാപത്തോടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പത്രോസ്ലിഹായെ സ്നേഹത്തോടെ കരുണയോടെ ചേർത്ത് പിടിക്കുന്ന ഈശോയെ കാണാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് വീണ്ടും നമ്മൾ കാണുന്ന കാര്യം, ഉത്ഥാനത്തിന് ശേഷം ഈശോ വീണ്ടും പത്രോസ്ലിഹായെ കാണുമ്പോൾ ചോദിക്കുന്ന കാര്യം, പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? പത്രോസേ നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഈ ലോകത്തിലെ എല്ലാ വസ്തുക്കളെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുവോ? കണ്ണു നിറഞ്ഞു പോയി പത്രോസ്ലിഹായുടെ. പത്രോസ്ലിഹ പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കർത്താവേ, നീ എല്ലാം അറിയുന്നവനാണല്ലോ. ഈശോയുടെ കരുണയുള്ള ആ നോട്ടത്തിൽ അനുതാപത്തോടെ വീണ്ടും ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമെടുത്തു പത്രോസ്ലിഹ. കോഴി കൂവുന്നതിന് മുമ്പ് തള്ളിപ്പറയത്തില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും 3 പ്രാവശ്യവും തള്ളിപ്പറയേണ്ട സാഹചര്യം വന്നു. പക്ഷേ അനുതപിച്ച് തിരിച്ചു വന്ന പത്രോസ്ലിഹ നമ്മുടെ മുമ്പിൽ ഒരു വലിയ ദൈവ കരുണ ലഭിച്ചവൻ്റെ ഒരു അടയാളമായി നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന്
വിശുദ്ധ വാരത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ ഒരു ധ്യാന ദിവസങ്ങളിലെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാം, ഈശോയെ നിന്റെ കരുണയാർന്ന നോട്ടത്താൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ വീണ്ടെടുക്കണമേ. യഥാർത്ഥ അനുതാപത്തോടെ നിന്റെ സ്നേഹം തിരിച്ചറിയുവാനും ആ സ്നേഹത്തിൽ നിലകൊള്ളുവാനും ഒരിക്കലും നിന്നെ പിരിഞ്ഞ് ജീവിക്കാതെ എന്നോട് ചേർന്ന് ജീവിക്കാനായിട്ടുള്ള വലിയ കൃപയും അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും സമർപ്പിക്കാം. വചനത്തിൽ കേട്ടതുപോലെ ഇത്രമാത്രം വേദനകൾ സഹിച്ചതും പീഡകൾ സഹിച്ചതും നമ്മളെ വീണ്ടെടുക്കാനാണ് എന്നുള്ളൊരു വലിയ ബോധ്യം നമുക്കുണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകനോട് പറഞ്ഞതുപോലെ 53-ാം അധ്യായം 5-ാം തിരുവചനം പറയുന്നു, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകും. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം ഈശോ വേദനകൾ സഹിച്ചത് നമ്മൾ നിത്യനാശത്തിലേക്ക് പോകാനല്ല, നിത്യരക്ഷയിലേക്ക് കടന്നു വരാൻ വേണ്ടിയാണ്. അതായിരുന്നു ദൈവം നമ്മളോട് കാണിച്ച ഏറ്റവും വലിയ കരുണ. ഇത് മനസ്സിലാക്കി ഈശോയെ നിന്റെ കരുണയിൽ വളരുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും സമർപ്പിക്കും. കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, വ്യക്തിപരമായ ആവശ്യങ്ങൾ, എല്ലാറ്റിനുമുപരി ഈശോയെ നിന്റെ കരുണയിൽ അഭയം പ്രാപിച്ച് കരുണയുടെ ജീവിതങ്ങളായി ഞങ്ങൾ ജീവിതങ്ങൾ മാറുവാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഓൺലൈനിലൂടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രത്യേക നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ കരുണയിൽ പൂർണ്ണമായ ആശ്രയം വെച്ചുകൊണ്ട് കർത്താവെ ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു എന്നുള്ള പ്രാർത്ഥനയോടെ താഴ്ന്ന സ്വരത്തിൽ ദൈവത്തെ സ്തുതിച്ച് കർത്താവിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ, പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.